പലരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ജിമ്മിൽ അല്ലെങ്കിൽ പലരും അഡ്വൈസ് ചെയ്യും, ഒരു പ്രോട്ടീൻ പൗഡർ അഡ്വൈസ് ചെയ്യും. അപ്പോൾ ഈ പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കുന്നത് നല്ലതാണോ അല്ലയോ? പ്രോട്ടീൻ പൗഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ടും രണ്ട് രീതിയിൽ എടുത്താൽ, നമുക്ക് വേ പ്രോട്ടീനാണ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മളെല്ലാം യൂസ് ചെയ്യുന്നത്. ഈ വേ പ്രോട്ടീൻ എന്ന് വെച്ചാൽ മിൽക്കിൽ നിന്ന്, പാലിൽ നിന്നുണ്ടാക്കുന്ന പ്രോട്ടീനാണ്. വേറെ ഒരു തരത്തിലുള്ള വലിയ കോംപ്ലിക്കേറ്റഡ് ഒരു പ്രോസസ്സും ഇല്ലാതെ തന്നെ അതിൻ്റെ റോ ആയിട്ടുള്ള ആ പ്രോട്ടീൻ മാത്രം സംസ്കരിച്ചെടുക്കുന്ന അതുകൊണ്ട് കിട്ടുന്നതാണ് വേ പ്രോട്ടീൻ. ഇതുപോലെ വീഗൻ പ്രോട്ടീൻ ഉണ്ട്, ഇല്ല ബീഫ് പ്രോട്ടീൻ, അങ്ങനെ പല ടൈപ്പ്. വീഗൻ എന്ന് വെച്ചാൽ വെജിറ്റബിൾസിൽ നിന്ന് മാത്രമുള്ള പ്രോട്ടീൻ, അങ്ങനെ പലതുണ്ട്. എപ്പോഴാണ് ഈ പ്രോട്ടീൻ പൗഡർ എടുക്കേണ്ടതെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഒരാൾക്കൊരു 170 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉള്ള ഒരാൾക്ക് ഒരു 100 കിലോ വെയിറ്റ് ഉണ്ട്. അപ്പോൾ അയാൾക്ക് വെയിറ്റ് കുറയ്ക്കാനായിട്ട് അദ്ദേഹം എക്സസൈസ് ചെയ്യാൻ ജിമ്മിലോ അല്ല എവിടെയെങ്കിലും ജോയിൻ ചെയ്തു. അപ്പം നാച്ചുറലി കലോറി റെസ്ട്രിക്റ്റഡ് ഡയറ്റ് പറയും. അപ്പം നിങ്ങൾ കഴിക്കുന്ന ഒരു 1000 കാലോറി, 1200 അല്ലെങ്കിൽ 800 കാലറി പെർ ഡേ ആകാവുള്ളൂ. പക്ഷേ നമുക്ക് ഈ പറയുന്ന നമ്മുടെ ഏറ്റവും നല്ല പ്രോട്ടീൻ്റെ സോഴ്സായ നമ്മുടെ ഫുഡ് ഐറ്റംസായ ചിക്കൻ, മുട്ട, ബീഫ് അല്ലെങ്കിൽ വെജിറ്റേറിയൻ ആയിട്ടുള്ള പയറുവർഗ്ഗങ്ങൾ എന്തെടുത്ത് നോക്കിയാലും, നട്ട്സ് എല്ലാം എടുത്ത് നോക്കിയാലും, ഇത് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നാച്ചുറലി ഇതിൽ നമ്മൾ ബാക്കി ഓയിലും മറ്റ് സാധനങ്ങളും ആഡ് ചെയ്യുകയും അതിലെ കാലറി കൂടുകയും ചെയ്യും. സോ നിങ്ങൾക്ക് ഈ കലോറി ഡെഫിസിറ്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്രോട്ടീൻ ഇൻടേക്ക് കൂട്ടാൻ പറ്റില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇത്തരം പ്രോട്ടീൻ സപ്ലിമെൻറ്റുകൾ എന്താണെങ്കിലും നമ്മളെ സഹായിക്കും, ഒരു സംശയമില്ല. കാരണം നിങ്ങൾക്ക് ഇത്ര കലോറി എടുക്കാൻ പറ്റത്തുള്ളെങ്കിൽ അതേസമയം അതുപോലെ തന്നെ നമ്മുടെ പ്രോട്ടീൻ ഇൻടേക്ക് അഡിക്വേറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോട്ടീൻ പൗഡർ യൂസ് ചെയ്യേണ്ടി വരാം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മസിൽസിലെ പ്രോട്ടീൻ ഉപയോഗിക്കുകയും നമ്മുടെ മസിൽ ബ്രേക്ക് ഡൗൺ ഉണ്ടാവുകയും ചെയ്യും. സോ ഇത്തരം സന്ദർഭങ്ങളിൽ പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കുന്നത് കുഴപ്പമില്ല. പക്ഷേ എല്ലാവരും പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കുന്നതിനോട് ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങൾ പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു ഡെയിലി അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ലെവലിൽ വർക്കൗട്ട് ചെയ്യുന്നില്ല, ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളുടെ വെയിറ്റ് ലോസിന് വേണ്ടി നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ മസിൽ ലോസ് ഉണ്ടാവാതിരിക്കാൻ. അല്ലാതെ എല്ലാവരും വീട്ടിൽ ചുമ്മാ ഇരിക്കുന്ന ആൾക്കാരിന് ഡെയിലി 2 സ്പൂൺ പ്രോട്ടീൻ പൗഡർ കഴിക്കാം എന്ന് പറയുന്നതൊക്കെ ശുദ്ധ മണ്ടത്തരം തന്നെയാണ്. പിന്നെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രോട്ടീൻ പൗഡർ പ്രോപ്പറായിട്ട് സെലക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഈ ഫേക്ക് പ്രോഡക്ട്സ് വളരെ സുലഭമാണ്. അത് വ്യക്തമായി മനസ്സിലാക്കി തന്നെ നമ്മൾ ചൂസ് ചെയ്യണം, ബുദ്ധിപരമായിട്ട് തന്നെ ഉപയോഗിക്കണം. താങ്ക് യു.